നിനക്കറിയാലോ ആദി, എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയിട്ട് ഏതാണ്ട് 22 വർഷം കഴിഞ്ഞു. അന്നു മുതൽ എനിക്ക് എൻ്റേതെന്ന് പറയാൻ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാവുകൊണ്ട് പറയാൻ അച്ഛൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും ധാരാളം എനിക്കുണ്ടായിരുന്നു. എന്നാ അവർക്കൊക്കെ ആവശ്യം എൻ്റെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നു. അല്ലാതെ എന്നോട് യാതൊരുവിധ അടുപ്പവും അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. എന്തിനു പറയുന്നു, എൻ്റെ സഹോദരി കീർത്തിക്ക് പോലും വേണ്ടത് പണമായിരുന്നു. അങ്ങനെ എനിക്ക് ചുറ്റും ഉള്ളവർക്കെല്ലാം വേണ്ടത് പണമായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാനും വളർന്നത്. പണമാണ് എല്ലാത്തിനും ആധാരമെന്ന് ഞാനും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കൾ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ ഇന്ന് കാണുന്ന കാർത്തികേയനായി മാറി. അതിലൊന്നും ഒരു തെറ്റും എൻ്റെ നോട്ടത്തിലില്ല. ജീവിതത്തിൽ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്നെപ്പോലെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ സ്നേഹം ലഭിക്കാത്ത ഒരു പാവം കുട്ടിയാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൻ അവളോട് തൻ്റെ ജീവിതകഥ പറയാനായി തുടങ്ങി. നിന്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണത്തിന് ഒരു കൈയും കണക്കുമില്ല. നിന്റെ അച്ഛനോ അമ്മയ്ക്കോ അത് തിരിച്ചു തരണമെന്നൊന്നും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അതൊരു കണക്കിന് നന്നായി. അതുകൊണ്ടല്ലേ പെണ്ണെ എനിക്ക് നിന്നെ കിട്ടിയത്. അതുകൊണ്ട് ആ നഷ്ടമൊന്നും ഞാൻ കണക്കിൽ കൂട്ടുന്നില്ല. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും ആതിര അവനെ തീർത്തും സംശയത്തോടെ നോക്കി. നീ എന്നെ ഇങ്ങനെ സംശയത്തോടെ നോക്കണ്ട. എനിക്ക് നിന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം അന്തം വിട്ടു നിൽക്കാതെ ദാ ആ റൂമിൽ പോയി ഫ്രഷായിട്ട് വാ. ആ കാണുന്നതാണ് നമ്മുടെ മുറി. അവൻ അടഞ്ഞു കിടന്ന റൂമിന് നേരെ കൈ ചൂണ്ടി പറഞ്ഞതും അവളുടെ നോട്ടം ആ റൂമിന് നേരെയായി. താനിങ്ങനെ കിടന്ന് ഏറുകണ്ണിട്ട് നോക്കണ്ട. ആ റൂം നമ്മുടെ റൂം തന്നെയാണ്. ഇയാൾ അങ്ങോട്ട് ചെന്ന് ഫ്രഷ് ആയിക്കോ. അപ്പോഴേക്കും ചെയ്തു തീർക്കാൻ എനിക്ക് കുറച്ച് ജോലികൾ ബാക്കിയുണ്ട്. അയാൾ അത്രയും പറഞ്ഞതും ആദി ആ റൂമിലേക്ക് നടന്നു. കാർത്തികേയൻ പുറത്തേക്കും. പഴയ രീതിയിലുള്ള ഒരു ചെറിയ ബെഡ്റൂം ആയിരുന്നു കാർത്തികേയൻ്റേത്. സംഭവം അങ്ങനെയാണെങ്കിലും ആ റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മുറിയുടെ സൈഡിലായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഒരു നിമിഷം അവളുടെ മിഴികൾ തെളിഞ്ഞു. അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ഇതൊക്കെ അവളുടെ ആദ്യത്തെ അനുഭവമായതിനാൽ തന്നെ അവൾ അതെല്ലാം നല്ലതുപോലെ ആസ്വദിച്ചു. അങ്ങനെ അല്പനേരം ആ ചെടികളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൾ അല്പനേരം അവിടെ നിന്നു. മോളെ, പിന്നിൽ നിന്നും മധുരമേറിയ ആ വിളി കേട്ടുകൊണ്ടാണ് ആദി പിന്തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയത്. ഏതാണ്ട് 10-65 വയസ്സുള്ള നല്ല ഐശ്വര്യം നിറഞ്ഞൊരു സ്ത്രീയായിരുന്നു അവർ. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചതും അവൾ അതിലും ഭംഗിയേറിയ ഒരു കുഞ്ഞു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു. മോളെ, ഞാൻ ലീല, കാർത്തിക്കുഞ്ഞിൻ്റെ ചിട്ടി ഓഫീസിലെ ജോലിക്കാരൻ രാമനാഥൻ്റെ ഭാര്യയാണ്. മക്കളൊന്നുമില്ലാത്തതുകൊണ്ട് കാർത്തിമോൻ്റെ ഒപ്പമാണ് ജീവിതം. ഞാൻ ആതിര. അവളെ തിരിച്ച് പരിചയപ്പെടുത്തി. അത് കേട്ടതും ആ സ്ത്രീ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ മോളെ, ലീലേച്ചിക്ക് മോളെ നല്ല വ്യക്തമായും അറിയാം. മോളുടെ അവസ്ഥകളൊക്കെ കാർത്തിക്കുഞ്ഞ് പറയാറുണ്ട്. എന്നാലും എന്ത് സാധനങ്ങളാണ് മോളുടെ അമ്മയും അച്ഛനും ഒക്കെ. മോളുടെ വീട്ടിൽ കാർത്തിക്കുഞ്ഞ് വരുമ്പോഴൊക്കെ മോളുടെ അവസ്ഥയെക്കുറിച്ച് കുഞ്ഞിവിടെ വന്ന് പറയുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ മോളുടെ വീട്ടുകാരെ എടുത്തിട്ട് അലക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. അവർ തീർത്തും അമർഷത്തോടെ പറഞ്ഞു നിർത്തി. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് ലീലേച്ചി ഉള്ളത്? എല്ലാം ഈ ഉള്ളവളുടെ വിധി. അങ്ങനെ ഒന്നുമില്ല ആതിരമോളെ. ഇനി നിന്റെ ജീവിതം ഇവിടെ കാർത്തിക്കുഞ്ഞിൻ്റെ ഒപ്പമല്ലേ. അത്
സന്തോഷപൂർവ്വമായിരിക്കും. മോളുടെ സന്തോഷകരമായ ദാമ്പത്യം കണ്ട് മോളുടെ വീട്ടുകാർക്ക് പോലും അസൂയ തോന്നും. അത്രയ്ക്ക് നല്ലവനാണ് കാർത്തിക്കുഞ്ഞ്. സ്നേഹിച്ച ചങ്കു പറിച്ചു കൊടുക്കുന്നവൻ. അല്പം മുൻശുണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാണ്. ലീലേച്ചി കാർത്തികേയനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അവളോട് വെളിപ്പെടുത്തി. എൻ്റെ പൊന്നു ചേച്ചി, ഈ കവലച്ചട്ടമ്പിയെക്കുറിച്ച് ആരും പറയാതെ എനിക്കറിയാം. നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ്റെ കടയുടെ മുൻപിൽ എത്ര തവണ ഇയാൾ അടിപിടി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അയാളുടെ ഉണ്ട കണ്ണും പേടിപ്പെടുത്തുന്ന ഭാവവും കണ്ട ആർക്കാ ഭയം തോന്നാത്തത്? അവൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് വെളിപ്പെടുത്തി. എൻ്റെ കുഞ്ഞെ, കാർത്തിക്കുഞ്ഞാരെയും വെറുതെ ഉപദ്രവിക്കില്ല. ആരുടെയെങ്കിലും ശരീരത്ത് ആ കുഞ്ഞ് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതയാൾ ചോദിച്ചു വാങ്ങിയതാകും. ഓഹോ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണോ ചേച്ചി ചേച്ചി പറഞ്ഞ ഈ കാർത്തിക്കുഞ്ഞിൻ്റെ നീതി? അയാളുടെ ഉണ്ട കണ്ണും പേടിപ്പെടുത്തുന്ന ഭാവവും കണ്ട ആർക്കാ ഭയം തോന്നാത്തത്? മോളെ, ഒന്ന് പതുക്കെ പറ. കാർത്തിക്കുഞ്ഞിതൊക്കെ കേട്ടുകൊണ്ട് വന്നാ എന്താ കരുതുക? അയാൾ എന്ത് കരുതിയാലും എനിക്കെന്താ? എനിക്ക് തോന്നുന്നത് പോലെ സംസാരിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അതോ എൻ്റെ വീട്ടുകാർ അതും അയാളിൽ നിന്നും എഴുതി വാങ്ങിയോ? അവളുടെ സ്വരം വല്ലാതെ ഇടറിപ്പോയിരുന്നു. മോളെ, നിന്റെ വിഷമമൊക്കെ ലീലേച്ചിക്കറിയാം. വിവാഹമെന്ന് പറയുന്നത് ഏതൊരു പെണ്ണിൻ്റെയും സ്വപ്നമാണ്. ആ സ്വപ്നമാണ് കാർത്തിമോൻ ഇല്ലാതെയാക്കിയത്. എന്നാലും എനിക്കറിയാവുന്ന കാർത്തിക്കുഞ്ഞ് മോളെ ചതിക്കാൻ വേണ്ടിയല്ല മോളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അവന് മോളെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. ഇഷ്ടം? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. എന്നെപ്പോലെ കറമ്പിയായ ഒരുവളെ മനക്കിലെ കൊച്ചു തമ്പുരാന് എന്തിനാ ചേച്ചി? പറയാൻ മാത്രം ഒരു മേന്മയും ഈ ഉള്ളവൾക്കില്ല. കുറവുകളാണെങ്കിൽ ധാരാളമായിട്ടുണ്ട് താനും. ആതിരയുടെ സങ്കടങ്ങളുടെ ആഴം അവളുടെ വാക്കുകളിൽ നിന്ന് ലീലയ്ക്ക് മനസ്സിലായി. ആ വിഷമങ്ങളെ എങ്ങനെ നികത്തണമെന്നറിയാതെ ഒരു നിമിഷം അവർ അങ്ങനെ തന്നെ നിന്നു. കാരണം ആദിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവളുടെ കുറവുകൾ. അതുകൊണ്ട് തന്നെ കാർത്തികേയൻ അവളെ വിവാഹം കഴിച്ചതിൻ്റെ പിന്നിൽ തൻ്റെ വീട്ടുകാർ അയാൾക്ക് നൽകാനുള്ള പണം മാത്രമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവർ നൽകാനുള്ള പണത്തിന് പകരം തൻ്റെ വീട്ടുകാർ അയാൾക്ക് നൽകിയ ഉരുപ്പടി, ഇതായിരുന്നു ആ പെണ്ണിൻ്റെ മനസ്സിൽ ആ സമയമുണ്ടായിരുന്നത്. അത് തുടച്ചു മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിരുന്നു. മോളെ, നിന്റെ മനസ്സിലുള്ള ധാരണകൾ മാറ്റാനൊന്നും ലീലേച്ചി ഇപ്പം നിൽക്കുന്നില്ല. പയ്യെ പയ്യെ മോൾക്ക് കാർത്തിക്കുഞ്ഞിൻ്റെ മനസ്സ് മനസ്സിലാകും. അത് ഈ ഉള്ളവൾക്കുറപ്പാണ്. തൽക്കാലം ഒന്നും ആലോചിക്കാതെ എൻ്റെ മോൾ ഒന്ന് കുളിച്ചിട്ട് മോൾക്ക് മാറി ഉടുക്കാൻ വേണ്ടതൊക്കെ ഞാനും മോനും കൂടിപ്പോയി വാങ്ങിയിരുന്നു. ദാ ആ അലമാര നിറയെ മോൾക്ക് വേണ്ട സാധനങ്ങളാണ്. അവർ അവളുടെ നേരെയുള്ള അലമാര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടർന്നു. മോൾക്ക് വേണ്ടതൊക്കെ അതിലുണ്ട്. മോൾ ഫ്രഷായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് കഴിക്കാനുള്ളത് ഞാനുണ്ടാക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് നടന്നു. അവർ പോയതും അവൾ ഓരോന്നാലോചിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബെഡിലേക്കിരുന്നു. ആ സമയം അവളുടെ ചിന്തകൾ പോയത് കാർത്തികേയനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ക്ലാസ്സിന് പോകുമ്പോഴും സാധനങ്ങൾ വാങ്ങാൻ പീടികയിലേക്ക് പോകുമ്പോഴുമൊക്കെ ഇയാളെ ദിനവും കാണുമായിരുന്നു. അയാളുടെ തിരിച്ചുള്ള നോട്ടവും ഗൗരവം നിറഞ്ഞ മുഖവും കാണുമ്പോൾ തന്നെ അയാളോട് എന്തിനെന്നില്ലാത്തൊരു ദേഷ്യം തോന്നുമായിരുന്നു. അതിന് പ്രധാന കാരണം നയനയാണ്. അവൾ തൻ്റെ സുഹൃത്തായ നയനയെക്കുറിച്ചും അവളുടെ ഏട്ടൻ നിതിനെക്കുറിച്ചും ഒരു നിമിഷം ഓർത്തു. പിന്നീട് എന്തോ ഓർത്തതുപോലെ അവിടെ നിന്നും എഴുന്നേറ്റ് ലീലേച്ചി പറഞ്ഞ അലമാരയുടെ അരികിലേക്ക് നടന്നു. അത് തുറന്നതും പുതിയതും പഴയതുമായ ഒരുപാട് ഫാഷനിലുള്ള തുണികൾ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ
നൈറ്റ് ഡ്രസ്, മേക്കപ്പ് സെറ്റ്, ആഭരണങ്ങൾ, ഇന്നേഴ്സ് എന്ന് വേണ്ട ഒരു പെണ്ണിന് വേണ്ട സകല സാധനങ്ങളും ആ അലമാരയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കാണുന്നത്. ഇതൊക്കെ കണ്ട് ഒരു നിമിഷം അവളുടെ മിഴികൾ നിറഞ്ഞു. പണ്ട് അശ്വതിക്കും ആരതിക്കും അച്ഛനും അമ്മയും വിശേഷ ദിവസങ്ങളിൽ തുണി എടുത്തു കൊടുക്കുമ്പോൾ കൊതിയോടെ നോക്കി നിന്നിരുന്ന ഒരു കാലം അവൾക്കുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര അധികം വസ്ത്രങ്ങൾ കണ്ടതും അവളുടെ ചിന്തകളിലേക്ക് ആ പഴയ കാലം തെളിഞ്ഞു വന്നു. അവൾ തൻ്റെ മുഖമെല്ലാം അമർത്തി പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു വസ്ത്രവുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. പുറത്ത് തൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അത്ഭുത ലോകത്ത് നിന്ന് പുറത്തേക്കിറങ്ങി വന്നത്. ഫോണിൻ്റെ ബെല്ലടി ശബ്ദം പെട്ടെന്ന് നിലച്ചതും കൂടുതലൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ഫ്രഷായി അവൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ബെഡ്റൂമിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു വാഷ്റൂമായിരുന്നു അത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ പണി കഴിപ്പിച്ച മനോഹരമായ ഒരു വാഷ്റൂം. ഒരു നിമിഷം ആ മനോഹാരിതയിൽ അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. എടാ കാർത്തി, നിന്റെ വിവാഹം കഴിഞ്ഞത് മനക്കൽ തറവാട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? കാർത്തിയുടെ 4 കൂട്ടുകാരിൽ ഒരാൾ തിരക്കി. പിന്നുണ്ടാവില്ലേ, എൻ്റെ ഓരോ ചെറിയ നീക്കങ്ങൾ പോലും അവർ ആളെ വെച്ച് നിരീക്ഷിക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും ഈ വിവാഹം നടന്ന കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്നൊരു വരവ് പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെ ഇല്ലേ, അവിടെ നിന്നും ഒരു വരവ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അച്ഛൻ്റെ പെങ്ങൾ സാവിത്രിയും അവരുടെ ഭർത്താവ് കരുണനും. കാർത്തി അവരോടായി പറഞ്ഞു. ഡാ, നിന്റെ ഫാമിലിയെക്കുറിച്ച് ഒരു പിക്ചർ ആ കൊച്ചിന് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരൊക്കെ വരുമ്പോൾ. അരവിന്ദായിരുന്നു ആ കാര്യം കാർത്തിയോട് പറഞ്ഞത്. വേണം അരവി, ഇനിയൊന്നും അവളോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ എല്ലാം ഇവിടേക്ക് ഇരച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ആതിരയുടെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എന്ത് കേട്ടാലും മിണ്ടാതിരിക്കാനും കരയാനും മാത്രമേ അവൾക്കറിയൂ. അവളുടെ സഹോദരിമാർക്കുള്ള ധൈര്യം പോലും ഇവൾക്കില്ല. കാർത്തി തൻ്റെ കൂട്ടുകാരെ ഓർമ്മിപ്പിച്ചു. എന്ത് ചെയ്യാനാ കാർത്തി, അതൊരു പൂച്ചക്കുഞ്ഞായിപ്പോയി. ഇനി അവൾ എന്നെ കാണുമ്പോൾ ഞാൻ നിന്റെ സുഹൃത്താണെന്നറിയുമ്പോൾ ആ ആദിക്കൊച്ച് എന്നെ വെട്ടിക്കൊല്ലും. കൂട്ടത്തിൽ എൻ്റെ ലക്ഷ്മിയും. അത് കേട്ടതും കാർത്തിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എന്താടാ കള്ളക്കാമുക ഒരു ചിരിയൊക്കെ? അവൻ്റെ ആ ചിരി കണ്ടതും അവൻ്റെ കൂട്ടുകാരിൽ ഒരാളായ ക്രിസ്റ്റിയുടെ സ്വരമുയർന്നു. അല്ല ചായ, നമ്മുടെ ഇന്ദ്രപ്പൻ്റെ കാര്യം ആലോചിച്ചതാ. ലക്ഷ്മിക്കുട്ടി സത്യമൊക്കെ അറിയുമ്പോൾ ഒന്നാമതാ കൊച്ചിന് എന്നെ കണ്ണിന് പിടിക്കില്ല. ആ കൂട്ടത്തിൽ ഇവൻ എൻ്റെ പ്രിയ സുഹൃത്താണെന്നും അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ നിർബന്ധപൂർവം സ്വന്തമാക്കിയത് ഞാനാണെന്ന് കൂടി അറിഞ്ഞ അവൾ ഇവനെ തല്ലിക്കൊല്ലും. അത്രയ്ക്കിഷ്ടമാണ് ലക്ഷ്മി എന്ന ലച്ചുവിന് എൻ്റെ കറമ്പി പെണ്ണിനെ. ഡാ മഹാഭാവി, അങ്ങനെയൊന്നും പറയാതെ. ഈ ഇന്ദ്രൻ്റെ പ്രാണനാണ് ലക്ഷ്മി. അവളെങ്ങാനും പിണങ്ങിയ കാർത്തി, ഞാൻ പിന്നെ നിന്നോട് മിണ്ടുകേല. അവൻ കൊച്ചുകുട്ടികളെ പോലെ പരാതി പറഞ്ഞു. അത് കേൾക്കവേ കാർത്തിക്ക് അവനോട് അതിയായ വാത്സല്യവും സ്നേഹവും തോന്നി. ഡാ ചെറുക്ക, പോത്തുപോലെ വളർന്നിട്ടും നിന്റെ കൊഞ്ചൽ മാറിയില്ലേ? ക്രിസ്റ്റി അവനെ കളിയാക്കി. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് കാർത്തിയും കൂട്ടുകാരും ഉമ്മറത്തിരുന്നു. ക്രിസ്റ്റി, അരവിന്ദ്, ഹരി, ഇന്ദ്രൻ, ഇവർ 4ഉമാണ് കാർത്തിയുടെ റൈറ്റും ലെഫ്റ്റും. എൻ്റെ കാർത്തിക്കുഞ്ഞെ, നീ വിവാഹം കഴിച്ചത് ഇവന്മാരുടെ കൂടെ ഇരിക്കാനാണോ? ലീലേച്ചി അവിടേക്ക് വന്ന് ചാടി. എൻ്റെ ലീലേച്ചി, വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞ് എനിക്കെൻ്റെ സുഹൃത്തുക്കളെ മറക്കാൻ പറ്റുമോ? ഒറ്റക്കായി പോകേണ്ട എന്നെ ഞാനാക്കി മാറ്റിയത് ഇവന്മാരൊക്കെയല്ലേ. ആ ഇവന്മാരെ മറക്കാൻ എനിക്ക് കഴിയുമോ? പിന്നെ ആദി, അവൾ ഒരു പാവമാ. ആരെയും വെറുക്കാൻ അറിയാത്ത
ഒരു സാധു പെൺകുട്ടി. കാർത്തി ആതിരയുടെ ഓർമ്മയിൽ പറഞ്ഞു നിർത്തി. എൻ്റെ കാർത്തിക്കുഞ്ഞെ, ആതിരമോൾ ഒരു പാവമാ. അതിനെ കണ്ടാൽ തന്നെ അറിയാം. ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് ആ പെൺകുട്ടി സഹിച്ചു. ഇനി മോനായിട്ട് അതിൻ്റെ കണ്ണ് കലക്കരുത്. എനിക്ക് ആ മോളുടെ അവസ്ഥ കാണുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങല. നിറത്തിൻ്റെ പേരിലായാലും ഇനി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായാലും ശരി, സ്വന്തം അമ്മയ്ക്ക് എങ്ങനെയാ സ്വന്തം മകളൊരു അപശകുനമായി മാറുന്നത്? അങ്ങനെയും ആളുകളുണ്ടെന്ന് ലീലേച്ചിക്കിപ്പോൾ മനസ്സിലായില്ലേ? അരവിന്ദ് അവരോടായി ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ആതിരമോളുടെ അമ്മ അവർ ഒരു വല്ലാത്ത സ്ത്രീ തന്നെ അല്ലേ മക്കളെ? എൻ്റെ ചേച്ചി, ആ കൊച്ചിൻ്റെ മുൻപിൽ ഇതൊന്നും പറയണ്ട. നമ്മളിതൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ ചിലപ്പോൾ അതിന് വിഷമം തോന്നും. അതേ ചേച്ചി, ഹരി പറഞ്ഞതാണ് അതിൻ്റെ ശരി. ആ കുട്ടിക്കിപ്പോൾ നമ്മളൊക്കെ ഇല്ലേ? കാർത്തിയുടെ ഭാര്യ, ലീലേച്ചിക്ക് മകളും, ഞങ്ങൾക്ക് സഹോദരിയുമാണ്. ഇന്ദ്രൻ കൂട്ടിച്ചേർത്തുകൊണ്ട് കാർത്തിയുടെ നേരെ തിരിഞ്ഞു. ഡാ, ഞങ്ങൾ ഇറങ്ങുകയാ. നീ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക്. അതുപോലെ ഇത്രയും കാലം നീ മനസ്സിലൊളിപ്പിച്ച നിന്റെ പ്രണയവും അവളോട് ഇന്ന് നീ വെളിപ്പെടുത്തണം. എല്ലാം അറിഞ്ഞ് വളരെ സന്തോഷത്തോടെ വേണം നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അറിയാലോ, മനക്കിലുള്ളവരെ നിന്റെ കണ്ണുനീർ കാണാനാണ് അവിടെയുള്ളവർക്കിഷ്ടം. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോകാനായി എഴുന്നേറ്റു. ഒപ്പം മറ്റു കൂട്ടുകാരും. ചങ്ങാതിമാരെല്ലാം പോയതോടെ കാർത്തി തൻ്റെ റൂമിലേക്ക് നടന്നു. ഈ സമയം ആതിരയും കുളി കഴിഞ്ഞ് വാഷ്റൂമിൻ്റെ പുറത്തേക്ക് വന്നിരുന്നു. കാർത്തി റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടത് താൻ അവൾക്കായി വാങ്ങിയ സാരി ഉടുത്തുകൊണ്ട് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്ന തൻ്റെ പെണ്ണിനെയായിരുന്നു. പെട്ടെന്ന് അവനെ കണ്ടതും അവളും ഒന്ന് ഞെട്ടി. എന്നാൽ ആ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് ആ കുങ്കുമച്ചെപ്പ് സൂക്ഷ്മതയോടെ അടച്ചു വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോകുവാനായി തിരിഞ്ഞു. ഹേയ്! അവൾ പോകുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് വിളിച്ചു. അത് കേട്ടതും അവൾ എന്താണെന്നർത്ഥത്തിൽ അവനെ ഒന്ന് നോക്കി. അവളുടെ ആ നോട്ടം കണ്ടതും അവൻ പറയാൻ വന്നത് പാടെ വിഴുങ്ങി. എന്താ? ഏയ്, ഒന്നുമില്ലാതിര, ഞാൻ വെറുതെ. താൻ പൊക്കോ. ഒരു വിധത്തിൽ അവൻ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും അവളൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നുപോയി. ശേ, അവളെന്ത് വിചാരിച്ചു കാണും? ഒന്നും പറയാൻ പോലും പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയും? അതുപോലെയല്ലേ ഉണ്ടക്കണ്ണിയുടെ നോട്ടം. അവൻ തന്നോട് തന്നെ ഓരോന്നും പറയാൻ തുടങ്ങി. ആ നാട് ഇളക്കി വിറപ്പിക്കുന്ന മനക്കൽ കാർത്തികേയൻ്റെ മനസ്സിലേക്ക് ആതിര എന്ന ആ കറമ്പി പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അവളുടെ ആ നിറമാണ് ആ പെണ്ണിൻ്റെ സൗന്ദര്യം. അവൻ അവളുടെ ചിന്തയിൽ അവിടെ ഉണ്ടായിരുന്ന ബെഡിലേക്കിരുന്നു. ആ സമയം മേലേടത്ത് രഘുവും മായയും ആതിരയെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു. കാർത്തി കടങ്ങൾ എഴുതി തള്ളിയതിൽ അവർക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൾ വലിയ വീട്ടിലെ മരുമകളായതിൽ മായയ്ക്ക് തീരെ പിടിച്ചിരുന്നില്ല. രഘുവേട്ടാ, ആ പെണ്ണില്ലേ ആതിര, അവളെ ആ കാർത്തികേയന് ശരിക്കും ഇഷ്ടമായിരിക്കോ? അതോ അവളുടെ... മായ വാക്കുകൾ പൂർത്തീകരിക്കാതെ നിർത്തിയതും അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ആരതിയുടെ സ്വരം അവർക്ക് നേരെ ഉയർന്നു. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? സ്വന്തം മോളെക്കുറിച്ച് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അവൾ അവരോട് ചോദിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനോട് ഞങ്ങളുടെ മുറിയിലിരുന്ന് സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ ആരതി കാര്യം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അയ്യോ, ഞാനും അശ്വതി ഇടപെടുന്നില്ല. എൻ്റെ പൊന്നമ്മ, കഴിക്കാൻ എന്തേലും ഉണ്ടാക്ക്. വിശന്നിട്ട് കുടല് കരിയുന്നു. ചേച്ചിയുടെ വിവാഹമായിരുന്നേലും അത് വെറും ധർമ്മകല്യാണം ആയിരുന്നില്ലേ? അവൾ അവരോട് പുച്ഛത്തോടെ ചോദിച്ചു. പിന്നെ അവളെ രാജകുമാരിയായിട്ട് പറഞ്ഞയക്കാം. ആ കറമ്പിയുടെ വിവാഹം നടത്തിയത് തന്നെ ഞങ്ങളുടെ ഔദാര്യമാണ്.
അല്ലെങ്കിൽ തന്നെ അവൾക്ക് അവൻ്റെ ഒപ്പം ഒരു വർഷം തികച്ച് ജീവിക്കാൻ പറ്റില്ല. കാർത്തികേയൻ്റെ സ്വഭാവം ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. മായ തീർത്തും അഹങ്കാരത്തോടെ പറഞ്ഞതും ആരതി അവരെ വെറുപ്പോടെ നോക്കിയതിന് ശേഷം തുടർന്നു. അതിനൊക്കെ ഒരു വർഷം സമയം ബാക്കിയില്ലേ? തൽക്കാലം അമ്മ കൂടുതൽ ഡയലോഗ് അടിക്കാതെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അപ്പോഴേക്കും ഞാനും അശ്വതിയും ഒന്ന് കുളിച്ചിട്ട് വരാം. അത്രയും പറഞ്ഞുകൊണ്ട് കുട്ടികൾ അവരുടെ റൂമിലേക്ക് പോയി. അവർ പോയതും രഘുവും അയാളുടെ വിശപ്പ് മായയെ അറിയിച്ചു. ഒരു പാക്കറ്റ് ബ്രെഡ് ഇരിപ്പുണ്ട്. രഘുവേട്ടൻ ഫ്രഷായിട്ട് വാ, നമുക്ക് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രെഡോ? നീ പോയി വല്ല ചപ്പാത്തിയോ മറ്റോ ഉണ്ടാക്ക്. എനിക്കെങ്ങും വയ്യ കുഴച്ച് പരത്തി ഉണ്ടാക്കാൻ. ഏട്ടൻ വേണമെങ്കിൽ തിന്നാ മതി. അത്രയും പറഞ്ഞുകൊണ്ട് കയ്യിൽ കിട്ടിയ നൈറ്റിയുമായി വാഷ്റൂമിലേക്ക് നടന്നു. അപ്പോൾ കുട്ടികൾ തങ്ങളുടെ റൂമിൽ. നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ ആളുകൾ? മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല. ഈ കാർത്തികേയൻ സാറിനോടും എന്തെങ്കിലും അടിപിടി ഉണ്ടായിട്ടുണ്ടാകും. അത് മാത്രമല്ല, നമ്മുടെ അമ്മ എത്ര രൂപയാണ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? എന്തിനെങ്കിലും ഒരു കണക്ക് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നോ? ഒടുവിൽ ആ സ്ത്രീയല്ലേ നമ്മുടെ ചേച്ചിയെ അയാൾക്ക് വിറ്റത്? ആരതി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. ഇങ്ങനെ എന്നെ പറഞ്ഞിട്ട് എന്താ ആരു കാര്യം? നമ്മുടെ അമ്മ ചെയ്തതൊന്നും ഒരു മനുഷ്യനും പൊറുക്കാൻ കഴിയുന്നതല്ല. പാവം ആദിയേച്ചി, കാർത്തികേയൻ സാറിൻ്റെ വീട്ടിലെങ്കിലും അവർക്കല്പം സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെയും പ്രാർത്ഥന അതാണ് അച്ചുവേ. അങ്ങനെ ചേട്ടത്തിയും അനിയത്തിയും ആതിരയ്ക്ക് വേണ്ടി അന്നാദ്യമായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. ഇതേ സമയം ആതിര അങ്ങ് താഴെയുള്ള കിച്ചണിലെത്തിയിരുന്നു. ആ സമയത്ത് ലീലാമ്മച്ചി ഉച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുകയായിരുന്നു. ആതിരയെ കണ്ടതും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവർ അവളോട് സംസാരിച്ചു തുടങ്ങി. ഹാ, മോള് ഫ്രഷായിട്ട് നേരെ ഇങ്ങോട്ടിങ്ങ് പോന്നോ? കുറച്ചു നേരം റൂമിലൊന്ന് വിശ്രമിക്കായിരുന്നില്ലേ? അവൾ അവരോട് ചോദിച്ചു. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലീലേച്ചി. സാധാരണ ഈ സമയങ്ങളിൽ ഞാൻ കിച്ചണിലാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം മോള് കോളേജിലൊന്നും പോകാറില്ലേ? ഉണ്ടായിരുന്നു ചേച്ചി. ആരതിയെയും അശ്വതിയെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവർ എൻ്റെ പഠിത്തവും ഇടയ്ക്ക് നിർത്തി. പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്കും മറ്റുമായി കോഴിയെയും മറ്റും വളർത്തിയിരുന്നു. അതുപോലെ ചെറിയ രീതിയിലുള്ള കൃഷിയും എനിക്കുണ്ടായിരുന്നു. അവൾ തൻ്റെ അവസ്ഥ അവരെ അറിയിച്ചു. ഈ അവസ്ഥയിൽ മോൾക്കാരോടും പരാതിയൊന്നും തോന്നിയിട്ടില്ലേ? എന്തിന്? അല്ലെങ്കിൽ തന്നെ ആരോട് പരാതിപ്പെടാൻ? എന്നോടിങ്ങനെ ചെയ്യുന്നത് സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നോടാരും ഒന്നും ചോദിക്കാൻ വരാറില്ല. ഇതൊക്കെ എൻ്റെ വിധിയാണെന്ന് വെച്ച് ഞാൻ സ്വയം സമാധാനിച്ചു പോന്നു എന്ന് വേണം പറയാൻ. ഇനി അതൊന്നും എൻ്റെ മോൾ ഓർക്കണ്ട. ഇവിടെ എന്തായാലും മോൾക്ക് അത്തരത്തിലുള്ള അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്നെ സ്നേഹിക്കാൻ കാർത്തിക്കുഞ്ഞും ഞാനും പിന്നെ നിന്നെ സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന കുറച്ച് നല്ല മക്കളും ഇവിടെയുണ്ട്. അതിനവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ലീലയെ സഹായിച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം, മോളെ, നേരെ ഒരുപാടായി. ലീലേച്ചി ഇറങ്ങുക. രാമേട്ടൻ ഇപ്പോൾ ഓഫീസിൽ നിന്നും വന്നിട്ടുണ്ടാകും. അപ്പം ചേച്ചി ഇവിടുന്ന് കഴിക്കുന്നില്ലേ? അവൾ അവരോട് തിരക്കി. അത് വേണ്ട, മക്കള് കഴിക്ക്. അവർ സ്നേഹത്തോടെ പറഞ്ഞതും കാർത്തിയുടെ സ്വരം അവിടെ ഉയർന്നു. ദേ ലീലാമ്മേ, ഇത് നിങ്ങളുടെ കൂടെ വീടാ. രാമച്ചനോട് ഇവിടെ വരാൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്നാകാം. പണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ആയിരുന്നില്ലേ? അതൊന്നും വേണ്ട മോനെ. നിന്റെ വലിയച്ഛനും വീട്ടുകാർക്കുമൊന്നും ഞങ്ങളിവിടെ നിൽക്കുന്നതോ മോനോടൊപ്പം താമസിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. വീണ്ടും ഞങ്ങൾ കാരണം ഒരു പ്രശ്നം. ലീല എന്തോ പറയാനായി വന്നതും കാർത്തി അതിനെ തടഞ്ഞുകൊണ്ട് തുടർന്നു. ലീലേച്ചി, എനിക്കങ്ങനെ ആരെയും പേടിയില്ലെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞ എൻ്റെ മനസ്സിൽ പിന്നീടുള്ള സ്ഥാനം നിങ്ങൾക്കും എൻ്റെ ചങ്ങായിമാർക്കും മാത്രമാണ്. അവിടെ
വേറെ ആർക്കും പ്രവേശനമില്ല. പിന്നെ ഈ വീട് മനക്കൽ സത്യനോ അച്ഛൻ പെങ്ങളോ അവരുടെ വീട്ടുകാരോ മക്കളോ ഒന്നും ഉണ്ടാക്കിയതല്ല. ഈ വീട് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിച്ച് നേടിയ പണം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ. അതൊക്കെ ശരിയാ മോനെ. എന്നാൽ സത്യൻ സാറും സാവിത്രി മേഡവും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. രാധിക കുഞ്ഞ് വലിയ പ്രശ്നമില്ല. പക്ഷെ സാവിത്രി കുഞ്ഞിൻ്റെ ഭർത്താവ് കരുണൻ, അവരുടെയൊക്കെ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മോൻ്റെ അമ്മ ഗംഗ അനാഥപ്പെണ്ണായതുകൊണ്ട് ഒരുപാട് സങ്കടങ്ങൾ ആ പാവം അനുഭവിച്ചിട്ടുണ്ട്. ആ അവസ്ഥ ഒരിക്കലും ആദരമോൾക്കുണ്ടാവരുത്. അതിന് ഞാൻ മനക്കൽ സേതു എന്ന പാവം മനുഷ്യനല്ല ചേച്ചി, കാർത്തികേയനാണ്, മനക്കൽ ബാലചന്ദ്രൻ്റെ പുലിക്കുട്ടി. അച്ഛനെ പോലെ പാവത്താനായി ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്. മുത്തശ്ശനെ പോലെ ആരെയും പേടിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് തെറ്റുകൾ കണ്ട അത് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ കഴിയുന്ന ഒരുവനായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. അവിടെയുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ ബന്ധങ്ങൾ, അതിനൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണവും ഞാൻ പറയാതെ തന്നെ ചേച്ചിക്കറിയാലോ. പിന്നെ എൻ്റെയും ഇവളുടെയും ഒക്കെ ശാപം എന്ന് പറയുന്നതേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയാ. അതിലൊരു ചെറിയ വ്യത്യാസമുള്ളത്, ഇവൾക്കത് സ്വന്തം മാതാപിതാക്കളും എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടുകാരും. എന്നാൽ ഇരു കൂട്ടർക്കും ഒരുപോലെ വേണ്ടത് പണം എന്ന വസ്തുത മാത്രം. അവൻ അവരോടായി പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും രാമേട്ടനും അവിടെ എത്തിച്ചേർന്നു.